സുഹൃത്തുക്കളെ, ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലുള്ള ഒരു പാരഡിഗം ഷിഫ്റ്റ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ചും ഈ അവസാനത്തെ ഇപ്പം അടുത്ത കാലത്ത് 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയ ഉക്രൈൻ യുദ്ധത്തോടുകൂടി യൂറോപ്പ് അതിൻ്റെ മുമ്പ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇടുകയാണ്. അതായത് ഫാസ്റ്റസ്റ്റ് കൊലാപ്സിങ് യൂറോപ്യൻ കൺട്രീസ് ഇൻ 2024. അതായത് 2024 ഏറ്റവും വേഗത്തിൽ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ കൺട്രികളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾക്കും കൂടെ ആ വീഡിയോയെക്കുറിച്ചിട്ട് നിങ്ങളെ അറിയിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ പ്രിൻസ് പറ്റക് എന്ന വ്യക്തി വളരെയധികം സ്റ്റഡി നടത്തിയിട്ടാണ്, റിസർച്ച് നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു 10 രാജ്യങ്ങളുടെ പേര് പറയാൻ 10 രാജ്യങ്ങളെ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ചത് എന്നാണ്. അപ്പോൾ അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത്, അദ്ദേഹം അതിൽ പറയുന്നില്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഉക്രൈൻ യുദ്ധത്തോടു കൂടിയാണെന്ന് പറയും. 2022 ഫെബ്രുവരിയിൽ ഉക്രൈൻ യുദ്ധം തുടങ്ങി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ശാക്തിക ചേരിയിലും മാത്രമല്ല അവരുടെ ഉണ്ടായിരുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിലും മാനുഫാക്ചറിങ്ങിലും ഫാക്ടറികളുടെ കാര്യങ്ങളിലും ഇന്ധനങ്ങളുടെ കാര്യങ്ങളിലും ഒക്കെ വലിയ വ്യത്യാസമുണ്ടായി. അതുവഴി ആ രാജ്യങ്ങളൊക്കെ തന്നെ തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ആ യുദ്ധം കൊണ്ട് സാമ്പത്തികമായി തകരാതിരുന്ന 2 രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒന്ന് റഷ്യയും മറ്റൊന്ന് അമേരിക്കയും. ഈ അമേരിക്കക്കും റഷ്യക്കും അവരുടെ സാമ്പത്തിക നില തകരുകയല്ല, യുദ്ധം കൊണ്ട് വളർച്ച പ്രാപിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ 10 രാജ്യങ്ങളെക്കുറിച്ചിട്ടും അവയുടെ പോപ്പുലേഷനും അവരുടെ ഇമിഗ്രേഷൻ പോപ്പുലേഷനും അവരുടെ മറ്റ് തകർച്ചയ്ക്കുള്ള കാര്യങ്ങളും ആണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ 10 രാജ്യങ്ങളും കോളനൈസിങ് രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ സാമ്രാജ്യത്വ രാജ്യങ്ങളാണ്. അവരൊക്കെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ കീഴടക്കി അവിടെയുള്ള മുഴുവൻ വസ്തുക്കളും ചോർത്തിയെടുത്ത്, സമ്പത്തും വിഭവങ്ങളും ചോർത്തിയെടുത്ത് ജീവിച്ചു കൊണ്ടേയിരുന്ന ഗ്ലോബൽ പാരസൈറ്റുകളായിരുന്നു എന്നത് നമ്മൾ ഓർക്കണം. ഈ ഗ്ലോബൽ പാരസൈറ്റ്സിൻ്റെ വിധി 21-ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണെന്നും 22-ാം നൂറ്റാണ്ടിലാവുമ്പോഴേക്ക് അവരുടെ ഗതി എങ്ങനെയാവും എന്നുള്ളത് ഉള്ള ഒരു സൂചന കൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ജർമ്മനി എന്നത് ആണ് ആദ്യമായിട്ട് പറയുന്നത്. അതായത് 10ാമത്തെ സ്ഥാനം ജർമ്മനിക്കാണ്. ജർമ്മനി യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എക്കണോമിയാണ്. മാത്രമല്ല 84.4 മില്യൺ, ഏകദേശം 8,44,00,000 ജനങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. അതിലെ ആ പോപ്പുലേഷനിൽ 2,38,00,000 ജനങ്ങളും
ഇമിഗ്രൻസ് ആണ്, അല്ലെങ്കിൽ പുറമെ നിന്ന് വന്ന ആൾക്കാരാണ്. അതായത് ആകെയുള്ള പോപ്പുലേഷനിലെ 28% പുറമെ നിന്ന് വന്ന് ജോലി ചെയ്യുന്നു. അങ്ങനെ വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ജനങ്ങളുടെ പ്രായമായവർ കൂടിക്കൂടി വരുന്നു, ജോലി ചെയ്യാൻ ആളില്ല, അപ്പോൾ പുറമെ നിന്ന് ആൾക്കാർ വരികയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ ഒക്കെ, പ്രത്യേകിച്ചും എല്ലാ മുതലാളിത്ത രാജ്യങ്ങളിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെപ്പോഴും നാഷണലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ എപ്പോഴും കൊഴുത്തു വളരുന്നു. ജർമ്മനിയിൽ 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് ആ നാഷണലിസ്റ്റുകളാണ് ഹിറ്റ്ലറുടെ രൂപത്തിൽ പൊട്ടിമുളച്ച് ഒരു ഭീകര രൂപത്തിലേക്ക്, പൈശാചിക രൂപത്തിലേക്ക് വന്നത്. അവരുടെ ഒരു ചാൻസ് അവിടെ പിന്നെയും ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സങ്കടത്തിലാണ്. ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബായിരുന്ന, ഏറ്റവും കൂടുതൽ കാറുകൾ ഉണ്ടാക്കിയിരുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ഈ ജർമ്മനി തകരാനുണ്ടായ ഒരു പ്രധാന കാരണം അവിടെ ഉള്ള ഇപ്പോൾ ഭരിക്കുന്ന ഒലാഫ് ഷോൾസ് എന്ന് പറയുന്ന അയാളും അയാളുടെ നേതൃത്വത്തിൽ ഉള്ള ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഈ ഉക്രൈൻ യുദ്ധവുമാണ്. യുക്രൈൻ യുദ്ധം വരെ ജർമ്മനിക്ക് അവരുടെ ആവശ്യമുള്ള ഇന്ധനത്തിൽ 42% റഷ്യയുടെ പൈപ്പ് ലൈൻ വഴി കിട്ടിയിരുന്നു. 42% വളരെ കുറഞ്ഞ റേറ്റിൽ, കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് യഥേഷ്ടം കിട്ടിയിരുന്നു. മാത്രമല്ല, അത് പോരായിട്ട് അവരുടെ ഇൻഡസ്ട്രിയും ഒക്കെ കൂടുതൽ നന്നാക്കാനായിട്ട് രണ്ടാമത്തെ നോർത്ത് സ്ട്രീം പൈപ്പ് ലൈൻ അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു 80% എനർജി ചീപ്പായിട്ട് കിട്ടുകയും അതുവഴി അവർ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക്, വ്യാവസായിക ഉന്നതിയിലേക്ക് എത്തുകയും ചെയ്യും എന്ന് വിചാരിക്കുമ്പോഴാണ് അശനിപാതം പോലെ യഥാർത്ഥത്തിൽ ഈ ഉക്രൈൻ യുദ്ധം തുടങ്ങിയത്. യുക്രൈൻ യുദ്ധം വഴി യുദ്ധത്തിൻ്റെ ഒരു പ്രധാന ആവശ്യം ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാറ്റോ സഖ്യത്തിൻ്റെ നിലനിൽപ്പും അതിനെ കൂടുതൽ ശക്തമാക്കുക എന്നതായിരുന്നു. നേരെ മറിച്ച് ഈ 2 പൈപ്പ് ലൈനും വന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ റഷ്യയെ ആശ്രയിക്കുക ചെയ്യുമ്പോൾ ഈ നാറ്റോ സഖ്യത്തിന് പിന്നെ യാതൊരു വിലയില്ലാതാവുമായിരുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് തന്നെ, അപ്പോൾ ഈ ഉക്രൈൻ യുദ്ധം ആ സമയത്ത് പടച്ചുണ്ടാക്കാനുണ്ടായ ഒരു പ്രധാന കാരണം ഈ നോർത്ത് സ്ട്രീം പൈപ്പ് ലൈനുകളിലായിരുന്നു. അത് രണ്ടും കൂടിയും വരികയാണെങ്കിൽ യൂറോപ്പിന് ഒരു കാലത്തും അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായിട്ട്, നാറ്റോയുടെ ഒരു പാർട്ട്നേഴ്സായിട്ട് കിട്ടില്ല എന്ന ബോധ്യം ആണ് യഥാർത്ഥത്തിൽ ഈ ഉക്രൈൻ യുദ്ധത്തിനുള്ള ഒരു പ്രധാന കാരണം ഏറ്റവും വലിയ ശത്രുവായ ചൈനയെ നേരിടണമെങ്കിൽ റഷ്യയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ റഷ്യയോടുള്ള ബന്ധം ഇല്ലാതാക്കണം. അതെന്തായാലും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ യുദ്ധം അതിൻ്റെ പുറത്തേക്ക് പറയുന്ന ലക്ഷ്യമല്ലെങ്കിൽ തന്നെ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം നടന്നു എന്ന് പറയാം. രണ്ടാമതായിട്ട് പറയാനുള്ളത് നെതർലൻഡാണ്. നെതർലൻഡ് എന്ന് തന്നെ ഡച്ച് എന്നും പറയും. അവിടെ 18 മില്യൺ, അതായത് 1.8, 2 കോടിയിൽ താഴെ ജനങ്ങളേ ഉള്ളൂ. അതിൽ തന്നെ
48 ലക്ഷം ജനങ്ങളോളം ഇമിഗ്രൻസ് ആണ്, അതായത് 27% ഇമിഗ്രൻസ് ആണ്. അടുത്തതായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്തുള്ള ഒരു രാജ്യമായിരുന്നു. പക്ഷേ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലാണെന്നും ഹൗസിങ്ങൊക്കെ വളരെയധികം വിഷമത്തിലാണ്. അതായത് ജനങ്ങൾക്ക് താമസിക്കാൻ വീടില്ലാത്തൊരവസ്ഥ, സാമ്പത്തിക നിലവാരം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതൊക്കെ ഉണ്ടെന്ന് പറയും. 8ാമതായിട്ടുള്ളത് അയർലൻഡാണ്. അയർലാൻഡ് കൾച്ചറലായിട്ട് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. ലിറ്ററേച്ചർ, മ്യൂസിക്, ഡാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിന്നിരുന്ന അയർലാൻഡ് 7.2 മില്യൺ ജനങ്ങളും അതിൽ 63,200 ഇമിഗ്രൻസ് പോപ്പുലേഷനാണുള്ളത്. അവിടെയും തന്നെ വളരെയധികം സാമ്പത്തികമായ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് പറയുന്നു. അടുത്തതായിട്ട് ബെൽജിയമാണ്. ബെൽജിയം നമുക്കെല്ലാവർക്കും അറിയാം, ഫുട്ബോളിൻ്റെ ഒരു കേന്ദ്രമായിട്ട് പറയുന്നു. അവിടെ 11.7 മില്യൺ ജനങ്ങളാണ്. നാറ്റോയുടെ HQവും യൂറോപ്യൻ യൂണിയൻ്റെ HQവും ഒക്കെ ഉള്ള ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ അവിടെയാണുള്ളത്. അവിടെ 2.2 മില്യൺ ഇമിഗ്രൻസ് ആണുള്ളത്, അതായത് ഏകദേശം 19%. അടുത്തതായിട്ട് UK, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ബ്രിട്ടൻ. അവിടെ 67.6 മില്യൺ ജനങ്ങളാണ്. അതിൽ 10.7 മില്യൺ, അത് ഏകദേശം 16% ഇമ്മിഗ്രൻസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിലും ഇപ്പോൾ UK രക്ഷപ്പെടാനുള്ള ഒരു വലിയ കാരണം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് 100% ശരിയായിക്കൊള്ളുന്നില്ല, എൻ്റെ ഒരു നിഗമനമാണ്. അതായത് അവർ എന്തൊക്കെ പറയുകയാണെങ്കിലും അവർ വലിയ ഡെമോക്രസിയുടെയും ജനാധിപത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മാന്യതയുടെയും പേരൊക്കെ പറയുകയാണെങ്കിൽ തന്നെ അവരെ ഭരിക്കുന്നത് ഇന്നും വളരെ സങ്കുചിതമായ കൺസർവേറ്റീവായ ഒരു വിഭാഗമാണ്. അതായത് അവർ വലിയ മതേതരത്വവും ജനാധിപത്യവും പറയുമെങ്കിലും അവിടെ മതേതരത്വവും ജനാധിപത്യമൊന്നുമില്ല. അവിടെ പ്രസിഡൻ്റാണ് ഭരിക്കുന്നത്. പ്രസിഡൻ്റ് രാജാവ് തന്നെയാണ് ഭരിക്കുന്നത്. രാജാവ് മതാധിഷ്ഠിത രാജാവാണ്. അതായത് അവിടെയുള്ള പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവാണ് അവിടുത്തെ പ്രസിഡൻറ്റ്. അതുകൊണ്ട് അതിനെ മാറ്റാൻ അവിടെ പറ്റില്ല. അതായത് ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ കാത്തലിക് ക്രിസ്ത്യൻ ആണെങ്കിൽ പോലും അവിടെ റിസർവേഷൻ ഇല്ല. റിസർവേഷൻ മുഴുവൻ പ്രസിഡൻറ്റിൻ്റെ റിസർവേഷൻ ഈ ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാലും അവർ പുറത്തേക്ക് പറയാം അവർ ഭയങ്കര ഡെമോക്രസിയാണെന്നാണ്. അങ്ങനെ ഒരു 2 മുഖമുള്ള ഒരു സാധനമാണ് UK എന്ന് പറയുന്നത്. അവിടെ ഉള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ലോകം മുഴുക്കെ കൊള്ളയടിച്ച് ലോകം മുഴുക്കെ കവർന്നെടുത്ത് ആ ജനങ്ങളെ മുഴുവൻ പൈശാചികമായി തകർത്ത് തരിപ്പണമാക്കി ആ സമ്പത്തിൻ്റെ മുകളിലാണ് അവർ ജീവിച്ചിരുന്നത്. അത് കുറഞ്ഞു വന്നു. എങ്കിൽ പോലും ഇന്നും അവർ നിലനിൽക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ദ്വീപുകൾ അവരുടെ കയ്യിലുണ്ട്. ഈ ദ്വീപുകളിലൊക്കെ ചെറിയ ബാങ്കുകളുണ്ട്. ഈ ബാങ്കുകളിലാണ് എല്ലാ 3-ാം ലോക രാജ്യങ്ങളിലും 4-ാം ലോക രാജ്യങ്ങളിലും
ഇനി പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന എല്ലാ അധോലോക സമ്പത്തും അടിഞ്ഞുകൂടുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന സമ്പത്തുകൾ, പിന്നെ കള്ളപ്പണം, കൈക്കൂലി, കരിഞ്ചന്ത, പിന്നെ മദ്യം, മയക്കുമരുന്ന്, ഇങ്ങനെയൊക്കെയുള്ള, അതായത് സാധാരണ അല്ലാത്ത ഇമ്മോറലായിട്ട് ഉണ്ടാകുന്ന എല്ലാ സമ്പത്തും അടിഞ്ഞുകൂടുന്നത് ഇങ്ങനെയുള്ള ദ്വീപുകളിലുള്ള ബാങ്കുകളാണ്. ഈ ദ്വീപുകളൊക്കെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സോ അതിൻ്റെ മെയിൻ കാര്യങ്ങൾ നീക്കുന്നത് ബ്രിട്ടനായിരിക്കും ചെയ്യും, ബ്രിട്ടനിൽ നിന്നാവും. അപ്പോൾ അത്രയും കാശ്, ഏകദേശം 40% GDP, ആകെയുള്ള GDPയിൽ, ഓരോ രാജ്യത്തിൻ്റെയും GDPയിൽ 40% തുക ഇങ്ങനെയുള്ള അധോലോക ട്രാൻസാക്ഷനായിട്ടാണ് വരുന്നത് എന്നാണ് ഒരു കണക്ക്. അത് മുഴുവൻ നിയന്ത്രിക്കുന്നത് ഒരു വലിയ പരിധിവരെ ഇങ്ങനെയുള്ള ദ്വീപുകളിലുള്ള ബാങ്കുകളും അവയാണ് ഈ സമ്പത്തൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. അതൊരു ഇങ്ങനെയുള്ള ഈ ഇമ്മോറലായിട്ട് നടക്കുന്ന അധോലോകങ്ങൾക്കുള്ള ഒരു സേഫ് ഹേവനാണ് ഈ ബാങ്കുകളൊക്കെ. അവിടെ അവർക്ക് കൃത്യമായിട്ട് പലിശയും കൃത്യമായിട്ട് ഇതൊക്കെ കിട്ടും. മാത്രമല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെ എന്നും ഡെമോക്രസിയുടെ പേരിലും ജനാധിപത്യത്തിൻ്റെ പേരിലും ഒക്കെ ബ്രിട്ടൻ അവർ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അധോലോകത്തിൻ്റെ നേതൃത്വം ബ്രിട്ടന് ഉള്ളത് കൊണ്ടായിരിക്കണം ബ്രിട്ടൻ ഇപ്പോഴും തകരാതിരിക്കണം. എന്തായാലും നമുക്കറിയാം, ഈ കോളനൈസിങ് രാജ്യങ്ങൾ, സാമ്രാജ്യത്വ രാജ്യങ്ങളിലൊക്കെ വിഭവങ്ങൾ വളരെ കുറവാണ്. ജീവിക്കാനുള്ള വിഭവങ്ങൾ വളരെ കുറവുള്ള രാജ്യങ്ങളാണിതൊക്കെ. പിന്നെ അവരുടെ വിഭവം എന്താണ്? മറ്റ് രാജ്യങ്ങളിലെ വിഭവങ്ങൾ. അവിടെയുള്ള മനുഷ്യരെ കൊന്നും തിന്നും അടിമയാക്കിയും അവിടെയുള്ള സമ്പത്ത് കവർന്നെടുത്തും ചോർത്തിയെടുത്തും ആണ് അവർ ഇത്രയും വലിയ പണക്കാരും ഇത്രയും വലിയ വികസിത രൂപങ്ങളും വികസിത വിദ്യാഭ്യാസവും ടെക്നോളജിയും ഒക്കെ വളർത്താനുണ്ടായ കാരണം അതാണ് നടത്തുന്നത്. അപ്പോൾ അടുത്തതായിട്ട് പോർച്ചുഗലാണ്. പോർച്ചുഗലും നിങ്ങൾക്കറിയാം, നമുക്കറിയാം, ഫുട്ബോളിലെ ഏറ്റവും പ്രസിദ്ധരായ ഇതാണ് പോർച്ചുഗൽ. അവിടെ 10.6 മില്യൺ ജനങ്ങളാണുള്ളത്. 10.6 എന്ന് പറഞ്ഞാൽ 1,06,00,000 ജനങ്ങൾ. അതിൽ 14 ലക്ഷം ജനങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ ഇമ്മിഗ്രൻസ് ആയിട്ടുള്ളത്. അടുത്തതായിട്ട് ഫ്രാൻസാണ്. ഫ്രാൻസിൻ്റെ 68.4 മില്യൺ ജനങ്ങളുണ്ട്. അതായത് ഏകദേശം ജർമ്മനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം ഫ്രാൻസാണ്. അത് കഴിഞ്ഞാൽ ബ്രിട്ടൻ. അപ്പോൾ ഈ അവിടെ 68, അതായത് 6,84,00,000 ജനങ്ങളുണ്ട്. അതിൽ 87 ലക്ഷം ജനങ്ങൾ ഇമിഗ്രൻസ് ആണ്. മാത്രമല്ല, ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടി പുതിയ വിളവന്മാരാണെന്ന് അർത്ഥം. അതായത് അവിടെയൊക്കെ നമുക്കറിയാം, പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവങ്ങളുടെ ചിന്തകൾ, ജനാധിപത്യത്തിൻ്റെ അതേപോലെ ലിബറേഷൻ്റെ ചിന്തകളൊക്കെ അവിടെ നിന്നാണ് പൊട്ടിമുളച്ചത് നമുക്കറിയാം. അതേപോലെ പാരീസ് കമ്മ്യൂണിൻ്റെ കാര്യം അറിയാം. പക്ഷേ അവിടെ ഇന്നും ഭരിക്കുന്നവർ ആ കോളനി മൈൻഡ് സെറ്റും കൊണ്ട് നടക്കുന്നവരാണ്. അതായത് മറ്റ് രാജ്യങ്ങളെ പരമാവധി ചൂഷണം ചെയ്ത് കവർന്ന് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വിഭാഗമാണ് അവിടെ ഭരിക്കുന്നത്. നാട്ടുകാർ നല്ല മനുഷ്യരാണ്, യാതൊരു സംശയമില്ല. നല്ല ഏറ്റവും വലിയ കൾച്ചേർഡായിട്ടുള്ള മനുഷ്യരാണെങ്കിലും
ഭരണം ഇന്നും അവരുടെ കയ്യിലാണ്. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഇന്നും അവർ ഈ ഫ്രാങ്കോഫോൺ ആഫ്രിക്ക എന്നാ പറയുന്നത്. ആഫ്രിക്കയിലുള്ള ജനങ്ങളെ മുഴുവൻ അവർ ഇപ്പോഴും അടിമയാക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ സമ്പത്ത് മുഴുവൻ ആഫ്രിക്കൻ ബാങ്കിലാണ് സൂക്ഷിക്കേണ്ടത്. അതിൽ തന്നെ അവരുടെ വിഭവങ്ങളിൽ 15% അവർക്ക് നേരിട്ടെടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 85% അവർക്ക് എടുക്കണമെങ്കിൽ അതിന് പലിശയും കൊടുക്കണം. അത് ഫ്രാൻസിൻ്റെ ബാങ്കിലാണ്. അതായത് അവിടെയുള്ള സഹേലിൽ നിന്നാണ് അവിടെയുള്ള 10-12-15 രാജ്യങ്ങൾ ഇന്നും ഫ്രാൻസിൻ്റെ അടിമയായിട്ടാണ്. അതിന് ഇപ്പോൾ വിമോചനം കിട്ടുന്ന ഇതിനുള്ള പട്ടാള അട്ടിമറികൾ 3 അവിടെ നടന്നു. അവിടെയൊക്കെ നടക്കാനുള്ള കാരണം എന്താ? അവിടെയൊക്കെ ഇവരുടെ വക ഡെമോക്രസിയാണെന്നാണ് പറയും. ഡെമോക്രസിയാണ്, അതൊക്കെ ശരി തന്നെയാണ്. അവിടെ ഒരു ഇലക്ഷൻ നടക്കും, ഇലക്ഷനിൽ ഒരാൾ ജയിക്കും. പക്ഷെ അയാൾ എപ്പോഴും എന്തായിരിക്കണം? ഈ ഫ്രാൻസ് പറയുന്ന കാര്യങ്ങളിൽ ഒപ്പിടുന്ന ആളായിരിക്കണം. അയാൾക്ക് അതുകൊണ്ട് നല്ലോണം മെച്ചമുണ്ടാവും. അയാൾക്ക് കുറേ കാശുണ്ടാക്കാം, വേണ്ട പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. അയാൾക്കിഷ്ടമുള്ള ലോക തലസ്ഥാനങ്ങളിലും ദ്വീപുകളിലും സമ്പത്ത് വാരിക്കൂട്ടാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഇയാൾ പറയുന്നിടത്ത് ഒപ്പിടണം. അതായത് ഫ്രാൻസിൻ്റെ പപ്പറ്റുകളാണ്. അങ്ങനെ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അവർ നശിപ്പിക്കുന്നർത്ഥം, അവരില്ലാതാക്കും. ഇപ്പോൾ ബുർക്കിന ഫാസോയിലും തോമസ് സങ്കാരയൊക്കെ അതിൻ്റെ തെളിവുകളാണെന്ന് അർത്ഥം. എങ്ങനെയാണ് വെച്ചാൽ ഫ്രാൻസിൽ ആഫ്രിക്കയിലെ ജനങ്ങളെ അവിടെ 55ഓളം രാജ്യങ്ങളാക്കിയിട്ട് ഇവർ ഭായിച്ചതാണ്, വിഭജിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇതിലൊക്കെ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരികയും യൂറോപ്യൻ ജനാധിപത്യം അതുവഴി അവർക്ക് കടിഞ്ഞാൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പാർട്ടികളെ അല്ലെങ്കിൽ പ്രസിഡന്റുമാരെ നിലനിർത്തുന്നത്. അതിന്ന് എപ്പോഴെങ്കിലും ഇത് തെറ്റിക്കുക, ഇവരുടെ കയ്യിൽ നിന്ന് പിടിവിടുകയാണെങ്കിൽ അവരെ ഇവർ കൊന്നുകളയും, അവരില്ല നിഷ്കാസനം ചെയ്യും. അങ്ങനെയൊരു 10-30ഓളം പേരുകൾ നമുക്ക് ആഫ്രിക്കൻ ചരിത്രത്തിൽ കാണാവുന്നതാണ്. പാട്രിസ് ലുമുംബ മുതൽ എത്രയോ ആൾക്കാർ, എത്രയോ പ്രസിഡന്റുമാരെ ഇവരില്ലാതാക്കിയത്. അത് നിഷ്ഠൂരരായ അതേ കൊളോണിയൽ മൈൻഡ് സെറ്റ് ഇന്നും നിലനിർത്തുന്നുണ്ട് എന്നതിനുള്ള പ്രത്യക്ഷമായ തെളിവാണത്. ഇപ്പോഴും ഈ ബുർക്കിന ഫാസോയിലെ ഇബ്രാഹിം ടോറെ എന്ന ഇയാളിപ്പോൾ 2-3 വധശ്രമങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നടത്തിയതാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ഉള്ള നാച്ചുറൽ റിസോഴ്സായിരുന്നു. ആ റിസോഴ്സസ് മുഴുവൻ ഊറ്റിയെടുക്കുന്നത് ഈ ഫ്രാൻസിലായിരിക്കും. ഈ ഫ്രാൻസ് കമ്പനികൾക്ക് മാത്രമേ അത് കുഴിച്ചെടുക്കാനുള്ള അധികാരമുള്ളൂ. മാത്രമല്ല അവിടെ എന്ത് പ്രൊജക്റ്റ് നടക്കണമെങ്കിലും ഫ്രാൻസിലെ കമ്പനികളുടെ നടത്താൻ പാടുള്ളൂ. അതിനൊക്കെ എക്സോർബിറ്റൻ്റായ വലിയ തുകകൾ അവർ വാങ്ങുകയും അങ്ങനെ ആ രാജ്യങ്ങളെ മുഴുവൻ ക്രിപ്പിൾ ചെയ്തുകൊണ്ട്, അവരുടെ സമ്പത്തിനെ മുഴുവൻ ക്രിപ്പിൾ ചെയ്തുകൊണ്ട് അവിടെ പൂർണ്ണമായിട്ടും 50% കൂടുതൽ പട്ടിണിപ്പാവങ്ങളാക്കി നിലനിർത്തി അവരങ്ങനെ തന്നെ നിർത്തിയാലേ ഇവർക്ക് അവരുടെ ആ ഹെഗമണി നിൽക്കുള്ളൂ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവിടെ ഇപ്പോഴും ഈ ബോക്കോ ഹറാം എന്ന് പറയുന്ന സാധനത്തെ പോലും ഇവരെല്ലാവരും ഉണ്ടാക്കുന്നത്. അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും സജീവ സാന്നിധ്യത്തിലാണ് ഈ ബോക്കോ ഹറാം ഉള്ളത്. ബോക്കോ ഹറാമും അതേപോലുള്ള മത തീവ്രവാദികൾ ഇവരുണ്ടെങ്കിൽ എന്തുണ്ട് വെച്ചാൽ അതിൻ്റെ പേരിൽ അവരെ കൺട്രോൾ ചെയ്യാൻ എന്ന് പറഞ്ഞ് ഈ രാജ്യങ്ങളിലൊക്കെ ഇവരുടെ മിലിറ്ററി ബേസ് നിലനിർത്തി, ആ മിലിറ്ററി ബേസ് ഉണ്ടെങ്കിൽ
അതുവഴി അവരുടെ കാരണം ഈ മിലിറ്ററി ബേസിലുള്ള എല്ലാം ഓരോരുത്തരും പട്ടാളക്കാർക്കൊക്കെ അവർക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടെ എന്ത് വേണമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ അധമ പ്രവർത്തനങ്ങൾ ചെയ്താലും അവരവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല. ആ ചോദ്യം ചെയ്യലൊക്കെ ഇവിടെ ചെയ്തോളും എന്നാണ്. അപ്പോൾ എന്ത് വൃത്തികേടുകളും ഇപ്പോൾ ബലാത്സംഗമായിക്കോട്ടെ എന്ത് വൃത്തികേടുകൾ ചെയ്താലും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള പട്ടാളക്കാർക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യമാണ്. ആളെ കൊന്നാലും പിന്നെ റേപ്പ് ചെയ്താലും ഒക്കെ തന്നെ അങ്ങനെ തന്നെ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അങ്ങനെയാണ് ഫ്രാൻസ് ഇത്ര കാലം പിടിച്ചു നിന്നിരുന്നത്. പിടിച്ചു നിന്ന ആ സോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ബുർക്കിന ഫാസോ, മാലി, നൈജർ മൂന്നും കൂടി ഒരു കൂട്ടായി കൊണ്ട് അവരുടെ ഈ എല്ലാ ഫ്രാൻസുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇല്ലാതാക്കി പൊട്ടിച്ചു കളഞ്ഞ് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ബാങ്കും സ്വന്തമായിട്ടുള്ള ഒരു വികസന പാതയും അതിന് ചൈനയുടെയും റഷ്യയുടെയും ഇറാൻ്റെയും തുർക്കിയുടെയും പൂർണ്ണ സപ്പോർട്ടോടു കൂടി അവർ മുന്നോട്ട് വന്നുകൊണ്ട് ഇത് ആഫ്രിക്കയിലെ മറ്റ് രാജ്യങ്ങൾക്കും വലിയൊരു പാഠമാണ്. മാത്രമല്ല അവിടെയുള്ള യുവജനങ്ങളൊക്കെ ഈ യുവ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഈ പുതിയ അലൈൻമെൻറ്റിൻ്റെ പുതിയ സംഘത്തിൻ്റെ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരും അവരെ ആരാധനയോടുകൂടി കാണുന്നവരാണ്. ഇത് അവിടെ ഈ ആഫ്രിക്കയിലുള്ള പിടി എങ്ങനെ നിലനിർത്തും എന്ന ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഫ്രാൻസിനെയും അമേരിക്കയും എത്തിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫ്രാൻസ് വളരെ അധികം ഇപ്പോൾ നമുക്കറിയാം ഫിലോസഫി, മ്യൂസിക്, ആർട്ട്, ഫിലിം, ഫാഷൻ, ലിറ്ററേച്ചർ, സ്പോർട്സ്, ഫുട്ബോള് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും വളരെ വളരെ മുന്നിൽ നിന്നിരുന്ന ലോകത്തിൻ്റെ തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന് പറയാവുന്ന ഇതായിരുന്നു അർത്ഥം. ആ പാരീസ് കമ്മ്യൂണും മറ്റൊക്കെ നിങ്ങൾ ഓർക്കുക. മാത്രമല്ല ഇന്നത്തെ ജനാധിപത്യത്തിൻ്റെ കാഹളമായിരുന്ന ഫ്രറ്റേണിറ്റി, ഡെമോക്രസി, ഇക്വിറ്റി, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന നവമുദ്രാവാക്യങ്ങളൊക്കെ തന്നെ അവിടുന്നാണ് വന്നത്. ആ രാജ്യത്തിൻ്റെ സ്ഥിതിയാണ് ഇങ്ങനെ. മാത്രമല്ല അവിടെ എങ്ങനെയും പിടിച്ചു നിൽക്കാനായിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പെൻഷൻ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കൂടുതലാണ്. പെൻഷൻ നൽകുന്നതിന് കഴിയുന്നതും രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. അതൊക്കെ തന്നെ അവിടെ തന്നെ ഭയങ്കര പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അത് മുന്നോട്ട് നീങ്ങുക എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല അവരുടെ ഇൻഡസ്ട്രികൾ ഒക്കെ തകർച്ചയിലാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ചൈന മാറുന്നതുകൊണ്ട് തന്നെ ഇവരുണ്ടാക്കുന്ന വസ്തുക്കൾക്കൊന്നും തന്നെ ഈ ചൈനയുമായിട്ട് മാർക്കറ്റിൽ മത്സരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അടുത്തതായിട്ട് ഗ്രീസാണ്. ഗ്രീസിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ലോകത്തിലെ ആദ്യത്തെ ഡെമോക്രസി, പാശ്ചാത്യരുടെ ഡെമോക്രസി അവിടെ എന്നും അറിയാം. കാരണം പാശ്ചാത്യർക്കേ ചരിത്രമുള്ളല്ലോ, നമ്മളെ ചരിത്രമൊന്നും അവർ എടുക്കില്ല. കാരണം നമ്മൾക്കൊക്കെ ഓരോ ചെറിയ ആദിവാസികളുടെ എന്ന് പറയുന്ന ട്രൈബൽ കൾച്ചറിലൊക്കെ തന്നെ ഒരു വലിയ പരിധിവരെ ജനാധിപത്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതായത് അവിടെ ഒന്നാമത് സ്വകാര്യ സ്വത്ത് എന്ന ഭീകരമായ അല്ലെങ്കിൽ ശാപം
ഇല്ല എന്നതുകൊണ്ട് തന്നെ അവിടെ ഡെമോക്രസിക്കൊന്നും വലിയ പ്രയാസമില്ല. പിന്നെ പ്രശ്നങ്ങൾ വളരെ ചെറുതാണ്. കാരണം വിഭവങ്ങൾ സമൃദ്ധമാണ്. എല്ലാവർക്കും ജീവിക്കാനുള്ള എല്ലാം അവിടെ ഉണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധ ഭക്ഷണം. ഇത് മൂന്നും വേണ്ടത്ര ഉള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ സ്വകാര്യ സ്വത്തിന് വലിയ സാധ്യത കുറവാണെന്ന് അർത്ഥം. അതിൻ്റെ ആവശ്യമില്ല. കാരണം ആവശ്യത്തിൽ കൂടുതൽ സമ്പത്തുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് എൻ്റെ മാത്രമായിട്ട് വെക്കുന്നത്? അതാണ്. അപ്പോൾ എന്തായാലും ഈ ഗ്രീസിൽ 10.5 മില്യൺ ജനങ്ങളാണ്. അതായത് 1,05,00,000 ജനങ്ങൾ. അതിൽ 1 മില്യൺ 10 ലക്ഷം ജനങ്ങൾ ഇമിഗ്രൻസ് ആണ്. അടുത്തതായിട്ട് സ്പെയിനാണ്. സ്പെയിന് 48 മില്യൺ ജനങ്ങളാണുള്ളത്. അതായത് 4.8 കോടി ജനങ്ങൾ. അതിൽ 8.2 മില്യൺ, അതായത് 18.15% ഇമിഗ്രൻസ് ആണ്. അവിടുത്തെ സ്ഥിതിയും വളരെ പരിതാപകരമായിട്ട് പറയുന്നു. അതായത് രണ്ടാമത്തെ ഏറ്റവും വേഗത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് സ്പെയിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അത് അടുത്തതായിട്ട്, അതായത് ഒന്നാമത്തെ നിൽക്കുന്നത് ഇറ്റലിയാണ്. ഇറ്റലി നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ കൾച്ചറും, അതായത് ഒപ്പേറയുടെ കാലം, ഒപ്പേറ, അതേപോലെ തന്നെ വളരെ പുരാതന കാലം മുതൽ കൾച്ചറലായിട്ടുള്ള പല മോണിമെൻസും അവിടെ ഉണ്ട്. അവിടെ 59 മില്യൺ ജനങ്ങളാണ്. അതായത് 5.9 കോടി ജനങ്ങൾ. അതിൽ 5.3 മില്യൺ ജനങ്ങൾ അവിടെ ഇമിഗ്രൻസ് ആണ്. മാത്രമല്ല ഇറ്റലിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറ്റലിയും റോമൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഈ പണ്ട് മുതലേ ഇന്ത്യയിൽ നിന്ന് അറബികൾ വഴി അവരെത്തിയിരുന്നത് റോമിലായിരുന്നു. ഈ യൂറോപ്പിലേക്കുള്ള ഒരു കവാടമായിട്ട് ഉണ്ടാവുകയും ഈ കച്ചവടത്തിൽ ഏറ്റവും പ്രധാന കേന്ദ്രമായിട്ട് ഇറ്റലി മാറുകയും അതുവഴി സമ്പന്നമായ ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്തിരുന്നതാണ്. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക പരാധീനതയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ അവർ ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്നും അതേപോലെ തന്നെ നാറ്റോയിൽ നിന്നും കുതറി മാറാനുള്ള ഒരു ശ്രമം നടത്തുന്നു. മാത്രമല്ല അവർ ചൈനയുമായിട്ട് കൂടുതൽ അടുത്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നുണ്ടോ അവരും ഗ്രീസും എന്നുള്ളതിന് സംശയമുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന, ലോകത്തെ മുഴുവൻ കോളനികളാക്കിയിട്ട് ആ രാജ്യത്തുള്ള സമ്പത്തും വിഭവങ്ങളും അധ്വാനശേഷിയും പൂർണ്ണമായിട്ടും ഊറ്റിക്കുടിച്ചിരുന്ന 10 രാജ്യങ്ങളെക്കുറിച്ചിട്ട് അവിടെയുള്ള ഒരു വിദഗ്ധൻ്റെ ഒരു പഠന റിപ്പോർട്ടിനെ കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ തന്നെ നമ്മളെ പുതിയ ഒരു ലോകത്തേക്ക്, മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ഒരു ലോകത്തേക്ക്, അന്യോന്യം മനുഷ്യരെ അങ്ങോട്ട് പങ്കുവെക്കുന്ന ലോകത്തേക്ക്, മ്യൂച്വൽ ഷെയറിങ് അല്ലെങ്കിൽ അന്യോന്യം പങ്കുവെക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകളാണ് ഈ വരുന്നത്. കാരണം ഒരു 30 കൊല്ലം മുമ്പ് 50 കൊല്ലം മുമ്പ് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അത്ര ഉയരങ്ങളിലായിരുന്നു ഇവരുടെ ഒന്നായിട്ടുള്ള GDP, ഇവരുടെയും അമേരിക്കയുടെയും GDP വളരെ ഉന്നതമായ നിലവാരത്തിലായിരുന്നു. ഇന്നിപ്പോൾ
ബ്രിക്സ് എന്ന ഈ മൂന്നാം ലോക രാജ്യങ്ങളുടെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക, ഈ രാജ്യങ്ങളും GDP തന്നെ ഇവരെ മറികടന്നിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട്, പ്രത്യേകിച്ചും ഈ അധിനിവേശ കാലഘട്ടത്തിന് ശേഷം ആദ്യമായിട്ട് ഈ ഒരു സ്വപ്നതുല്യമായ വിജയം, സാമ്പത്തിക വിജയം നേടിയിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ ഇനി വരുന്ന കാലഘട്ടം എന്നത് വളരെ പ്രയാസകരമായിരിക്കും. പ്രത്യേകിച്ച് ഈ അധിനിവേശ ശക്തികൾക്ക്, അല്ലെങ്കിൽ കോളനികൾ കീഴടക്കി വെച്ച് അവിടെയുള്ള ജനങ്ങളെയും സമ്പത്തും മുഴുവൻ ഊറ്റി കട്ടുമുടിച്ചിരുന്ന ഈ ജനതയ്ക്ക് എന്ന് നാം മനസ്സിലാക്കണം. അവർ ഇപ്പോഴും അവരുടെ പല ആ കൊളോണിയൽ കാലത്തെ കൗശലങ്ങളാലും അവരിന്നും വലിയ ആൾക്കാരായിട്ടും, അവരിന്നും മാന്യന്മാരായിട്ടും, അവരിന്നും സംസ്കാരമുള്ളവരായിട്ടും, അവരിന്നും അന്തസ്സുള്ളവരായിരിക്കും. അവരുടെ ഭാഷയാണ് ഏറ്റവും നല്ല ഭാഷ, അവരുടെ സംസ്കാരമാണ് ഏറ്റവും നല്ല സംസ്കാരം, അവരുടെ ലിറ്ററേച്ചറാണ് ഏറ്റവും നല്ല ലിറ്ററേച്ചർ എന്നൊക്കെ കൗശലത്തോടു കൂടി വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അതിൻ്റെ കാലം അവസാനിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന ഒരു മുന്നറിയിപ്പോടു കൂടി ഞാൻ ഇത് നിർത്തട്ടെ. നിങ്ങളെല്ലാം ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത് സ്വീകരിക്കുക. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനിട്ട ഒരു വീഡിയോക്ക് ഒരാൾ എന്തിനാണ് അയാൾക്ക് ഈ വീഡിയോ ഇട്ടത് എന്ന് എന്നോട് വളരെയധികം ചൂടായിട്ട് സംസാരിച്ചു. എനിക്ക് തോന്നിയ ഒരു സാധനം 4 ആൾക്കാരെ അറിയിക്കുക മാത്രമാണെന്നും, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞോളൂ എന്നും പറഞ്ഞെങ്കിലും ആർക്കെങ്കിലും ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ദയവ് വിചാരിച്ചിട്ട് എൻ്റെ ഇത് ഡിസ്കണക്ട് ചെയ്യണ എന്ത് പരിപാടി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറേയൊക്കെ അവിടെയും ഇവിടെയും കുത്തി നോക്കി ഇനി അദ്ദേഹത്തിന് പോകില്ല എന്ന് വിചാരിക്കണം. എന്തായാലും ഇത് എൻ്റെ ഈ സാധാരണ ഇവിടെയുള്ള ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് ഈ ലോകത്തിൻ്റെ ഗതിവിഗതികൾ അറിയില്ലെങ്കിൽ അവരെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിൽ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം. ഇത് അത്ര വാശിയായിട്ടുള്ള ഒന്നുമല്ല, ഇത് പൂർണ്ണമായിട്ടും ശരിയാണെന്നുള്ള അഭിപ്രായമല്ല. ഇങ്ങനെയും ഒരു വീക്ഷണമുണ്ട് എന്ന് കാണുന്നത് നല്ലതാണ്. അതും ഒരു പുതിയ യുഗത്തിലേക്ക് നാന്ദി കുറിക്കുന്നതാണ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഇതാണ്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.